ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് സ്വ. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിതാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡു എ മണ്ഡല ആർട്ട് വിത്ത് മീ. മണ്ഡല ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇംപെർഫെക്റ്റ് മണ്ഡലയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കോമ്പസ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സർക്കിൾസ് വരയ്ക്കാം. നമ്മൾക്ക് ഏത് ഡിസൈൻ ചെയ്യണോ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മണ്ഡല ആർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. ഞാനിവിടെ ആദ്യമൊക്കെ ഞാൻ വളരെ നീറ്റായിട്ട് മെഷർമെൻറ്റ്സ് ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് മണ്ഡല ആർട്ട് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും പ്രാക്ടീസ്ഡ് ആയിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഡിസൈൻസൊക്കെ കറക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നതാണ്. ഞാൻ ഇങ്ങനെ രണ്ട് ലൈൻസ് ഇട്ടിട്ട് പോലും ഞാൻ വിചാരിച്ചു എനിക്ക് റെഡി ആവുമെന്ന്. പക്ഷേ അവസാനം നിങ്ങൾക്ക് കാണാം ചില ഡിസൈൻസൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിലല്ല ഉള്ളത്. പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇംപെർഫെക്റ്റ് മണ്ഡല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ അവസാനം വരച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റ് അല്ലെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇംപെർഫെക്റ്റ് മണ്ഡല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്യാണ്. നടുവിൽ ലൈറ്റ് കളർ പിന്നെ ഡാർക്കായിട്ട് വരുന്ന രീതിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യുക. ഞാൻ ഇതിലൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത കളർ ബ്ലൂ ആണ്. ശരിക്കും ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് കൊണ്ടാണ് ലൈനിങ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഡിസൈൻസൊക്കെ നമ്മൾ ബ്ലാക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ബ്ലൂവിൽ ആ ബ്ലാക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. അപ്പോൾ ഞാനൊരു മണ്ടത്തരമാണത് ചെയ്തത്. അപ്പം അത് ഞാൻ അവസാനം ബ്ലാക്ക് വെച്ച് ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസാണ്. ഇത് ആർട്ട് ലൈനിൻ്റെ 0.2, 0.7 ആൻഡ് 0.4 പെന്നുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാനിതിൽ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻസാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം പാറ്റേൺസൊക്കെ എപ്പോഴും ഒരേപോലത്തെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലത്തെ പാറ്റേൺസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കാട്ടും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഉണ്ട്. അത് നമുക്ക് പതിയെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഇതിന് ശേഷം ബിഗിനേഴ്സിന് പറ്റുന്ന അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലുള്ളതും പിന്നെ അഡ്വാൻസ് ലെവലായിട്ടുള്ള ഇതിൻ്റെ മണ്ഡല ആർട്ടിൽ യൂസ് ചെയ്യുന്ന ഡിസൈൻസ് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. മണ്ഡല ആർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നല്ല പ്രാക്ടീസും വേണം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഡിസൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു റഫ് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ സ്കെച്ച് ബുക്കിലോ നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് ശീലിക്കണം. അതിനുശേഷം നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് മണ്ഡല ആർട്ട്. എനിക്ക് ആ സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടായിരുന്നു ഇത്. പക്ഷേ ഇപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓക്കെ പ്രാക്ടീസ് ഇല്ലാത്തത് വളരെയധികം പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ്, പാറ്റേൺസ് ഞാൻ നിങ്ങൾക്ക് മണ്ഡല ആർട്ടിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ലെവലുള്ളതും പിന്നെ അഡ്വാൻസ് ലെവലുള്ളതൊക്കെ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ ആക്ച്വലി ഇതുപോലെ തന്നെ മണ്ഡല ആർട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചു.
അപ്പോൾ ആ 2 മണ്ടലായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷേ രണ്ടാമത്തത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പാറ്റേൺസൊക്കെ കുറച്ച് ഇൻട്രിക്കേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് അവസാനം കാണിച്ചു തരാം. സോ ആ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ച് സമയമെടുക്കും. അതായത് എനിക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പേപ്പർ എന്ന് പറയുന്നത് സാധാരണ ഒരു സ്കെച്ച് ബുക്കിലെ പേപ്പറാണ്. സ്കെച്ച് ബുക്കിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ, അതായത് അത്ര GSM ഒന്നും ഇല്ലാത്ത ഒരു പേപ്പറാണ്. GSM എന്ന് പറയുമ്പോൾ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പേപ്പറിൻ്റെ തിക്നെസ്സിനെയാണ് GSM എന്ന് പറയുന്നത്. അതായത് ആ GSM നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ആ പേപ്പറിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ പേപ്പർ ഹെവിയർ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യുന്ന സമയത്ത് GSM ആ പേപ്പറിൻ്റെ തിക്നെസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. കാര്യം വാട്ടറിലൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ആ പേപ്പറിന് അത്യാവശ്യം തിക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പറൊക്കെയാണ് നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. അതൊക്കെ നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയായിരിക്കും അതിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അക്രിലിക് പെയിൻറ്റാണ്, വാട്ടർ കളറല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ നോർമൽ പേപ്പറാണ്. ഒരുപാട് വെള്ളം മിക്സ് ചെയ്യാതെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സർഫസ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. നമ്മൾ ബ്രഷ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. പക്ഷേ കുറച്ച് നന്നായിട്ട് ചെയ്യുമ്പം, കുറച്ച് തിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് A4-ൻ്റെയും A3-ൻ്റെയും ഇടയിലുള്ളൊരു സൈസാണ് ഈ പേപ്പറിൻ്റെ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര ബേസിക്കാണ്. മാത്രമല്ല നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്, തുടക്കം തൊട്ടേ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബിഗിനേഴ്സിന് പറ്റിയിട്ടില്ല. അതായത് നിങ്ങൾ അത്യാവശ്യം മണ്ഡലാട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇതൊക്കെ ഭയങ്കര സിമ്പിളല്ലേ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞ ബിഗിനേഴ്സ് ആയിട്ടില്ല, ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ആളുകൾക്ക്, ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അപാകത ഈ ചെയ്യുന്ന ഡിസൈൻസിലുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ്, അതിലെ കണ്ടൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, അത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് പിന്നീടുള്ള വീഡിയോസിൽ അത് തിരുത്തി അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു മണ്ടത്തരം ചെയ്തു, ബ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ലൈൻസ് വരുമ്പം കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ബ്ലൂ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അതിനെ അങ്ങോട്ട് കവർ ചെയ്തു. ഓൾറെഡി ഞാനതിന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ബ്ലൂവിനും കൂടെ അങ്ങോട്ട് ഫുള്ളായിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ നേരിട്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഷർമെൻറ്റ്സ് കറക്റ്റ് എടുക്കാത്തതിൻ്റെ അപാകതകൾ അവസാനത്തെ ലാസ്റ്റ് ലെയറിലുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫ്രെയിം ചെയ്ത് 2 ഫ്രെയിം ചെയ്തെന്ന് പറഞ്ഞില്ല, അതിൽ ആദ്യത്തേതാണിത്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ കളർ പാറ്റേണൊക്കെ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചക്കിയിട്ടപ്പം മൊയിൽ ചാവെന്ന് പറയില്ല, അതുപോലെ കിട്ടിയൊരു ഡിസൈനാണിത്.
പക്ഷേ വളരെയധികം നന്നായിട്ടുണ്ട്. ഫ്രെയിം ചെയ്ത് വെച്ചപ്പോഴും ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് ഇത് രണ്ടാമത്തെ ഡിസൈനാണ്. ഇത് കുറച്ച് ഇൻട്രിക്കേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതും വൈറ്റ് പേപ്പറിൽ ചെയ്തിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ആ മെറ്റാലിക് ബ്രോൺസ് ആണ് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള ആ കളറ്. റെഡ് അല്ല കേട്ടോ, റെഡ് ഓറഞ്ചൊന്നും അല്ല കേട്ടോ. ഇത് ക്യാമറയിൽ അങ്ങനെ തോന്നും, പക്ഷേ നേരിട്ട് അങ്ങനെയല്ല. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ മണ്ഡല പാറ്റേൺസ്, ഞാൻ ചെയ്തിട്ടുള്ള മണ്ഡല ഡിസൈൻസൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ തെറ്റുകളും ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.